ഹലോ കൂട്ടുകാരെ, ഇവർ വാഹിദ് റായലിൻ്റെ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ അഞ്ജന അജയിൻ്റെ റൂമിലോട്ട് വരികയാണ് സാധനങ്ങളൊക്കെ ആയിട്ട്. കാരണം അഞ്ജനയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന് ശേഷം ആ റൂം അവരുടെ ഹണിമൂൺ റൂമായിട്ട് യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്യണം. ആ റിനോവേറ്റ് ചെയ്യുന്നവരെ തൽക്കാലം അജയൻ്റെ റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് അവൾ അജയൻ റൂമിലോട്ട് വരികയാണ്. അങ്ങനെ റൂമിൽ വന്നിട്ട് പെട്ടിയൊക്കെ തുറന്ന് കുറേ ഡ്രസ്സുകളൊക്കെ ബെഡിലൊക്കെ വലിച്ചു വരിയിടും. അതിനുശേഷമായിരിക്കും അവൻ്റെ എക്സ് കാമുകിയുടെ ഫോട്ടോ കാണും. അപ്പോൾ അത് അവൾ എടുത്ത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. ഇതൊക്കെ കണ്ടിട്ടാണ് അജയ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അജയ് ചോദിക്കും, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നിൻ്റെ ഡ്രസ്സൊക്കെ എന്താ ഈ ബെഡിൽ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അഞ്ജന പറയും, ഞാൻ ഒന്നുമല്ല, എൻ്റെ റൂമൊന്ന് റിനോവേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഹണിമൂൺ റൂം ആക്കിയിട്ട് അത് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതുവരെ ഞാൻ ഈ റൂമിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അജയ് ചോദിക്കും, നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു വയ്ക്കുന്നത്? ഇതൊക്കെ കുറച്ച് കൂടുതലാണ് അഞ്ജന എന്ന്. അപ്പോൾ അഞ്ജന പറയും, ഇതൊക്കെ എന്ത് കൂടുതൽ, ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ചിട്ടല്ലേ ഈ റൂമിൽ താമസിക്കേണ്ടത്, അപ്പോൾ ഇതൊരു കൂടുതലും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അജയ് ആ ഫോട്ടോ അവിടെ കാണാനില്ലെന്ന് മനസ്സിലാവുന്നത്. അജയ് ചോദിക്കും, നീ ഈ ഫോട്ടോ എന്താ ചെയ്തത്? അപ്പോൾ നമ്മുടെ അഞ്ജന പറയും, ഞാൻ ആ ഫോട്ടോ എടുത്ത് വെക്കേണ്ടടുത്ത് വെച്ചിട്ടുണ്ട്, അതെവിടെയാണ് അർഹതപ്പെട്ടത് അവിടെ വെച്ചിട്ടുണ്ട്, ഇനി നിൻ്റെ മനസ്സിൽ ഹൃദയത്തിലൊക്കെ ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ട എന്ന് പറയുമ്പോൾ അജയിന് ദേഷ്യം വരികയാണ്. അജയ് പറയും, നീ മര്യാദയ്ക്ക് ഫോട്ടോ എടുത്തോടത്ത് തന്നെ വെച്ചോളെ, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ പറയും, ഞാനൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ് അജയ്. അങ്ങനെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ഭവാനിയും മുത്തശ്ശിയും സൗഭാഗ്യമൊക്കെ എന്താ ഒരു സൗണ്ടെന്ന് കേൾക്കുമ്പോണ്ടാവും വേസ്റ്റ് ബോക്സ് എടുത്തിട്ട് ഡൈനിങ് ഹാളിലൂടെ അഞ്ജന റൂമിലോട്ട് പോകുന്നു കാണുന്നത്. അപ്പോൾ ഇതിവിടെ എവിടേക്കായി പോകണത് എന്ന് പറഞ്ഞാൽ ഇവർ അവളെ പിന്നാലെ വരും. അവളെ പിന്നാലെ വരുമ്പോഴായിരിക്കും അജയിന് ഈ വേസ്റ്റ് ബോക്സ് തുറന്നിട്ട് ഈ ഫോട്ടോ അതിൽ നിന്ന് കാണിച്ചു കൊടുക്കുക. കണ്ടോ, നിൻ്റെ എക്സ് കാമുകിയുടെ ഫോട്ടോ അത് കിടക്കേണ്ട സ്ഥാനത്ത് തന്നെ കിടക്കുന്നുണ്ട്, നോക്ക് എന്ന് പറഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റ് കാണിക്കുക. അപ്പോൾ ഈ ഫോട്ടോ, അതായത് അവൻ്റെ ലവറിൻ്റെ ഫോട്ടോ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുന്ന കണ്ടപ്പോൾ അവന് ദേഷ്യം വരും. അവൻ ആ ഫോട്ടോ എടുത്തിട്ട്, നീ എന്താ അതിക്രമമാണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് അഞ്ജനേനെ കൈ വീശി ഒരു അടി ഒടിക്കും. അപ്പോൾ അടി കൊണ്ടതോടുകൂടി അഞ്ജന ആകെ സങ്കടവും കരച്ചിലും വിഷമൊക്കെ കൂടി കണ്ണുനീരൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ സൗഭാഗ്യാമ്മയും ഭവാനിയും സംഗീതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഭവാനി ഈ റൂമിലോട്ട് കയറി വന്നിട്ട് അഞ്ജനേനെ ഒരുപാട് തവണ അടിക്കും. എന്നിട്ട് പറയും, കണ്ടോ, നിനക്ക് ഈ വീട്ടിൽ പട്ടിയുടെ വില പോലുമില്ല, നിൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അജയ് ആ ഫോട്ടോ എടുത്ത് തുടച്ചിട്ടൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ഡൈനിങ് ഹാളിൽ വന്നിട്ട് ചീത്ത പറയാണ് അഞ്ജനേനെ, കണ്ടോ, നിനക്ക് ഇവിടെ യാതൊരു വിലയില്ല എന്ന് മനസ്സിലായില്ലേ, അതുകൊണ്ട് അതാണ് നിനക്ക് അവൻ നിന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞ് ഭവാനി അങ്ങോട്ട് കലിതുള്ളുകയാണ്. അപ്പോൾ സൗഭാഗ്യമ്മ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട ഭവാനി, നീ എന്താ ഈ പറയുന്നത്, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്, ആ വിവാഹം ഞാൻ എന്തായാലും നടത്തും, യാതൊരുവിധ കാരണവശാലും ഞാനത് മുടക്കില്ല, പിന്നെ ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വില ഈ വീട്ടിൽ എന്താണ്, നിങ്ങളതൊക്കെ ഓർക്ക്, അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ വാശിപ്പുറത്ത് ഓരോന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ സംഗീത പോയിട്ട് നമ്മുടെ അഞ്ജനേനെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ തുടങ്ങിയാൽ ശരിയാവില്ല മക്കളെ, അതുകൊണ്ടൊന്ന് നയത്തിലൊക്കെ പെരുമാറി, ഇപ്പം തന്നെ ഇങ്ങനെ വാശിയും ദേഷ്യം കാണിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ പറയും. അപ്പോൾ സൗഭാഗ്യമ്മയും അവളെ ആശ്വസിപ്പിക്കുകയാണ്, നീ വിഷമിക്കേണ്ട മോൾ, എന്തായാലും ഈ വിവാഹം നിങ്ങളുടെ ഞാൻ നടത്തിയിരിക്കും, ഇപ്പം എൻ്റെ മോൾ ചെന്നിട്ട് കുറച്ചെന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറയണം. അപ്പോൾ ഭവാനിക്ക് ഉള്ളിലൊരു സന്തോഷം വരും, എന്തായാലും ഒരു കല്യാണം നടത്താൻ റെഡിയാണെന്ന് ഭവാനിക്ക് ഉറപ്പായി. ഭവാനി സന്തോഷിച്ചിട്ട് അവളോട് പറയും, ശരി മോളെ, ഇപ്രാവശ്യത്തേക്ക് നീ ഒന്ന് അവനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ഭവാനിയും അവളെന്നെ അനുനയിപ്പിച്ചിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിപ്പിക്കാൻ വിടുകയാണ്. പിന്നെ നമ്മുടെ ഭവാനിയും കമാലും കൂടിയിട്ട് ആ ആൾക്കാരോട്, അതായത് സ്റ്റോറി റൈറ്റേഴ്സിനോട് വരാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അതൊരു ഒളി സങ്കേതമാണ്, ഒരു വിജനമായ സ്ഥലത്താണ് ആ ഒളി സങ്കേതം. അവിടേക്ക് അവരൊരു നെഗോഷിയേറ്ററെ പറഞ്ഞയച്ചിരുന്നില്ല, അയാൾ ഈ കഥ എഴുത്തുകാരെയും കൊണ്ട് വരികയാണ്. എന്നിട്ട് പറയും, നിങ്ങൾ ഉടായ്പൊന്നും കാണിക്കരുത്, നേരെ വാ നേരെ പോ, നമുക്ക് ഡീലിങ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആ സ്റ്റോറി റൈറ്റേഴ്സും പറയും, ഞങ്ങൾ നേരെ വാ നേരെ പോകാനാണ്, ഞങ്ങളുടെ കയ്യിൽ കത്തുണ്ട്, നിങ്ങളും നേരായ വഴിക്കായിരിക്കണം, ഇനി നിങ്ങളും മോശമായിട്ടുള്ള വഴിക്കാണെങ്കിൽ അതിനുള്ള ആയുധവും ഞങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് ആ സ്റ്റോറി റൈറ്റേഴ്സും പറയും. അപ്പോൾ ഈ നെഗോഷിയേറ്റർ പറയും, അതൊന്നും കുഴപ്പമില്ല, നിങ്ങളിത് ഇവിടെ അകത്ത് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് ഒരു രണ്ട് കസേര കാണിച്ചു കൊടുക്കും. അവരവിടെ ഇരിക്കും. അതിന് ശേഷം അയാൾ നെഗോഷിയേറ്റർ പോയിട്ട് ഭവാനിൻ്റെ അടുത്ത് പറയുകയാണ്, മാഡം, ഞാൻ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ പറയുന്ന ഡീല് 10 ലക്ഷമാണ്, അവരുടെ കയ്യിൽ കത്തുണ്ടെന്നാണ് പറയുന്നത് എന്ന്.
ഭവാനി പറയും 10 ലക്ഷം ഇത്തിരി കൂടുതലാണ്, ഞാൻ വേണമെങ്കിൽ ഒരു 2 ലക്ഷം കൊടുക്കാം, അത് ഓക്കെ ആണോ എന്ന് അവരോട് ചോദിക്കും. അങ്ങനെ ആ നെഗോഷിയേറ്റർ പോയിട്ട് ചോദിക്കുകയാണ്, മാഡം ഒരു 2 ലക്ഷമാണ് പറയുന്നത്. അപ്പോൾ അവർ പറയും, എഴുത്തുകാർ പറയും 2 ലക്ഷം പറ്റില്ല, 7 ലക്ഷം ഫൈനൽ, അതിൽ ഇനി കുറയില്ല എന്ന്. ഭവാനിയുടെ അടുത്ത് അയാൾ വന്ന് പറയും അവർ 7 ലക്ഷം എന്നാണ് പറയുന്നത് എന്ന്. അപ്പോൾ ഭവാനി പറയും ഇനിയിപ്പോൾ എന്തായാലും കൊടുക്കാം, വേറെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടാന്ന്. അപ്പോൾ ഇതേ സമയം ഇവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഭൂമി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭൂമി ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണ് ആരൊക്കെയാണ് ആ വീടിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നത്. പക്ഷേ ആ ഭൂമിക്ക് ആരുടെയും മുഖം കാണാൻ പറ്റുന്നില്ല. ഒരു സാരിയുടെ കളറും സാരിയാണെന്ന് മാത്രം മനസ്സിലാവും. അതായത് ഭവാനിയുടെ ഫേസ് കാണുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും, അവിടെയുള്ളൊരു പാത്രം ഉണ്ട്, ആ പാത്രത്തിൻ്റെ മീതെ കയറിയെന്ന് ഫേസ് കാണാൻ നോക്കും. പക്ഷെ പെട്ടെന്ന് ആ പാത്രം മറിഞ്ഞു വീഴും. അതോടുകൂടി ഭൂമിയും പെട്ടെന്ന് വീഴാൻ പോകും. ഈ സൗണ്ട് കേട്ടതോടുകൂടി കമാൽ ചോദിക്കും ആരടാ അവിടെയെന്ന്. അപ്പോൾ ആ ശബ്ദം കേട്ടതോടുകൂടി ഭൂമി പെട്ടെന്ന് ഭൂമി ഓടും. അതേസമയം ഈ പുറത്തുള്ള ഈ 2 പേരും പുറത്തുള്ളവരുടെ ഈ എഴുത്തുകാരും 2 പേരും ഇവരുടെ കൂടെ പിന്നാലെ ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ഭൂമീനെ അവർ കാണും. അങ്ങനെ ഭൂമി വന്നുള്ള സ്കൂട്ടിയുമേ ഇവർ 3 പേരും കൂടി എസ്കേപ്പ് ആവും. അങ്ങനെ ആ 3 പേരും കൂടിയിട്ട് ഒരു കുറച്ച് ദൂരം പോയിട്ട് ഒരു കടയിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കുകയാണ്. എന്നിട്ട് ഭൂമി പറയും നമ്മൾ പോകുന്ന വഴി വളരെ കറക്റ്റാണ്, അവിടെയുള്ള ഒരാളെ ഞാൻ കണ്ടു, അതൊരു സ്ത്രീയാണ്, ആ സ്ത്രീയാണ് എൻ്റെ അച്ഛനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റോറി റൈറ്റേഴ്സ് പറയും ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണ്, നല്ലൊരു കഥയ്ക്കുള്ള ഇതുണ്ട്, ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇത് വിജയിക്കും. അപ്പോൾ ഭൂമി പറയും അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ആദ്യം ഇതൊന്ന് തെളിയട്ടെ, എന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ഭൂമി ഉറപ്പ് നൽകുകയാണ്. ഇതേ സമയം ഭവാനി അവിടെ ആ കാട്ടിൻ്റെ ഉള്ളിലുള്ള ആ ബിൽഡിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭവാനി പറയും എന്നെ അവൾ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ കുഴി ഞാൻ തന്നെ തോണ്ടി, ഏത് ദുശകരം പിടിച്ച നേരത്താണോ എനിക്ക് ഈ പ്ലാന് സമ്മതിക്കാൻ തോന്നിയത്. കണ്ടില്ലേ കമാലെ, എൻ്റെ അവസ്ഥ നോക്ക്, ഇനി നീ എന്നെ ഇങ്ങോട്ട് കൊന്നിട്ട് എൻ്റെ അടിയന്തരം നടത്താനുള്ള പൈസ ഞാൻ തന്നെ തരാം, അതായിരിക്കും ഇനി എൻ്റെ അവസ്ഥ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല എന്ന് പറഞ്ഞ് ഭവാനിക്ക് ആകെ ടെൻഷനായി. കാരണം ഭവാനിയുടെ വിചാരത്തിൽ ഭൂമി ഇവരെ കണ്ടു എന്നാണ്. അപ്പോൾ ഭവാനി ആ പേടിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതേ സമയം അജയിന് സംഗീത വിളിക്കുന്നുണ്ട്. സംഗീത വിളിച്ചിട്ട് പറയും ഭവാനി വൈകുന്നേരത്ത് പോയതാണ്, ഇവിടെ നിന്ന് ഒരു വിവരവും ഇല്ല, എവിടേക്കാണ് പോയതെന്ന് അഞ്ജനയ്ക്കും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അജയ് പറയും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അമ്മ ഫോൺ വെച്ചോളൂ എന്ന് പറഞ്ഞ് അജയ് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ അജയ് ഇങ്ങനെ ലൊക്കേഷൻ നോക്കിയിട്ട് വരുമ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മുടെ ഭൂമിയും ഈ 2 ആൾക്കാരും കൂടി അവിടെ നിന്ന് ചായ കുടിക്കുന്നത് കാണുന്ന ഒരു കുഞ്ഞ് തട്ടുകടയിൽ നിന്ന്. അപ്പോൾ അജയ് അവരെ കണ്ടപ്പോൾ ചോദിക്കും നീ എന്താ ഈ സമയത്ത് ഇവിടെ ഇറങ്ങി നടക്കുന്നത് എന്ന്, നീ സേഫ് അല്ല നിനക്കറിയില്ലേന്ന്. അപ്പോൾ അവൾ പറയും എനിക്ക് സേഫ്റ്റി പ്രശ്നം തോന്നുന്നില്ല, കാരണം സാറിനെ പോലത്തെ ഒരു പോലീസുകാരിവിടെ ഉണ്ടാവും, ഞാൻ എന്തിനാണ് പേടിക്കേണ്ടതെന്ന്. അല്ല സാറെന്താ ഇവിടെയെന്ന് ചോദിക്കും ഭൂമി. അപ്പോൾ എൻ്റെ അമ്മായി ഇല്ലേ ഭവാനി അമ്മായിനെ കാണാനില്ല, വൈകുന്നേരം മുതൽ അമ്മായി എവിടേക്കോ പോയിക്കുകയാണ്, അമ്മായിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇവിടെയാണ് വരുന്നത് ഏകദേശം, അതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ് എന്ന് പറയുകയാണ് അജയ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഈ റൂട്ടിലൂടെ തന്നെ ഭവാനി വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഭവാനി വണ്ടി ഓടിച്ച് വരുമ്പോൾ ഇവർ 2 പേരും കൂടി സംസാരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഭവാനിയുടെ ഉള്ളിലൊരു ഭീതി വരികയാണ്, ഇനി ഇവളെങ്ങാനും ഇവനോട് ഭവാനീനെ കണ്ട കാര്യമെങ്ങാനും പറയുമോ എന്ന് പേടിച്ച് ഭവാനി ആകെ ഭയന്ന് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടുതൽ നേരത്തെ ഇവർ ഹൈദരാബാദിൻ്റെ എപ്പിസോഡും പ്രൊമോ ഡീറ്റെയിൽസ് വരാൻ അത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്